രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 12ാം എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ സാർവത്രികത, അന്തർദേശീയത എന്നീ വിഷയത്തെക്കുറിച്ചാണ്. പല ഭാഷകൾ, പല രാജ്യങ്ങൾ, പല നിറങ്ങൾ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുടക്കത്തിലുള്ള മനോഹരമായ പ്രദക്ഷിണത്തിൽ മാത്രമല്ല, ആ നാളുകളിലൂടെ 2500-ൽ പരം മെത്രാന്മാർ, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ നിറങ്ങളിലും വർണ്ണങ്ങളിലുമുള്ളവർ, വിവിധ തരത്തിലുള്ള വസ്ത്രധാരണ രീതികളുള്ളവർ, പ്രത്യേകിച്ച് വിവിധ റീത്തുകളെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ, അങ്ങനെ റോമിലൂടെ അവർ നടന്നു നീങ്ങിയപ്പോൾ, അല്ലെ റോമിൻ തെരുവുകളിൽ പലപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, കത്തോലിക്ക സഭ യൂറോപ്യൻ സഭ മാത്രമല്ല എന്നും കത്തോലിക്ക സഭ സാർവത്രികമാണെന്നുമുള്ള അവബോധത്തിലേക്ക് യൂറോപ്യൻ ജനത ഉണർന്നു എന്നതാണ് സത്യം. കത്തോലിക്ക സഭയുടെ ഈ അന്തർദേശീയതയും സാർവത്രികതയും വിവിധ സംസ്കാരങ്ങളുടെയും വിവിധ ഭാഷകളുടെയും സമന്വയത്തിനും അനുരൂപണത്തിനുമൊക്കെ കാരണമായി. വിവിധ സംസ്കാരങ്ങളെ കത്തോലിക്ക സഭയിൽ അനുരൂപപ്പെടുത്തുന്നതിന് കത്തോലിക്ക സഭയുടെ ഈ സാർവത്രികതയെക്കുറിച്ചുള്ള ഈ അനുഭവം ഒരു പരിധിവരെ സഹായിച്ചിട്ടുമുണ്ട്. റോമിലും പരിസരങ്ങളിലും ആ നാളുകളിൽ പാദം വരെ നീണ്ടു നിൽക്കുന്ന വസ്ത്രങ്ങളുമായി, പ്രത്യേകിച്ച് പുരോഹിതരാണെങ്കിൽ കറുത്ത വസ്ത്രം, മെത്രാന്മാരാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം, ഈ വസ്ത്രങ്ങളുമായി നടന്നു നീങ്ങുന്ന ആ മനോഹരമായ കാഴ്ചകൾ ഒരുപക്ഷെ മനോഹരമായിരുന്നെങ്കിലും പിന്നീട് കൗൺസിലിന് ശേഷം അത് ഒരു പരിധിവരെ അപ്രത്യക്ഷമായി എന്നുകൂടി പറയേണ്ടി വരും. സിവിൽ ഡ്രസ്സ് പുരോഹിതർ ഉപയോഗിക്കുന്ന ശൈലികൾ വളർന്നു വന്നു. മെത്രാന്മാരും അനൗദ്യോഗിക രംഗങ്ങളിൽ അവസരങ്ങളിൽ സിവിൽ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് കാണാനിടയായി. എന്നാൽ ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ 20 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും പുരോഹിത വസ്ത്രത്തെ സ്നേഹിച്ചു തുടങ്ങി എന്നതും പ്രത്യേകതയാണ്. എന്തൊക്കെയാണെങ്കിലും കത്തോലിക്ക സഭ യൂറോപ്പിനപ്പുറത്ത് ഉണ്ടായിരുന്നുവെങ്കിലും വിവിധ രാജ്യങ്ങളിലെ വിവിധ സംസ്കാരങ്ങളിലെ സഭകളുടെ ശക്തിയും ചൈതന്യവുമൊക്കെ യൂറോപ്യൻസിന് പുറത്തുള്ള സഭയ്ക്കുമൊക്കെ ബോധ്യപ്പെടുന്നതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാരണമായി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സാർവത്രികത അന്ന് മാത്രമല്ല, ഇന്നും എല്ലാവരും അഭിമാനത്തോടെ ഏറ്റുപറയുന്ന വസ്തുതയാണ്. നമ്മുടെ സഭ സാർവത്രികമാണ്, കാതോലിക്കമാണ്, അന്തർദേശീയമാണ്.